നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് നമ്മൾ ഓവർ ഹാങ്ങിങ് ബീംസിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. ഒരു വ്യത്യാസവും ഇല്ല, വലിയ സീനൊന്നുമില്ല. നമ്മുടെ സാധാരണ ഒരു സ്ട്രൈറ്റ് കോൺസെൻട്രേറ്റഡ് ലോഡ് നമ്മൾ എങ്ങനെ ചെയ്യുന്നു ആ രീതിയിൽ ചെയ്തു പോകാനേ ഇതും ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഞാൻ RA-RB ആദ്യം തന്നെ സോൾവ് ചെയ്തു. RA-RB സോൾവ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ RA-RB എടുക്കുമ്പം മൊമെന്റ് അബൌട്ട് ബി എടുക്കരുത്. മൊമെന്റ് അബൌട്ട് ബി 0 അല്ല, മൊമെന്റ് അബൌട്ട് എ ആണ് കേട്ടോ 0. ഓവർ ഹാങ്ങിങ് ബീമിൽ ഈ 0 ആണ്, പക്ഷേ ബി 0 അല്ല. നമുക്ക് എയും ഇയും ആണ് ഇവിടെ 0 ആവുന്നത്. അത് മാത്രം ശ്രദ്ധിച്ചിരുന്നാൽ മതി. നമ്മൾ അല്ലെങ്കിൽ എപ്പോഴും മൊമെന്റ് അബൌട്ട് എ 0 എടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും വരത്തില്ല. അപ്പോൾ ഞാൻ എൻ്റെ എയും ബി ഒക്കെ കണ്ടുപിടിച്ചു. ഇനി എൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ പോവാം. അപ്പം എൻ്റെ പോയിന്റ് എയിൽ എന്താണ് RA മേളിലോട്ട് ഒരു 8 കിലോ ന്യൂട്ടൺ ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, മേളിലോട്ട് ഒരു 8 കിലോ ന്യൂട്ടൺ വരച്ചു. A to C ഒരു 1 മീറ്ററിലേക്ക് ഒരു വേരിയേഷനും ഇല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. സിയിലെത്തിയപ്പോൾ എന്താണ്, ഒരു 8 കിലോ ന്യൂട്ടൺ താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഈ 8 എന്ത് ചെയ്തു, ഇങ്ങോട്ട് താഴോട്ട് വരച്ചു, 0 ആയി. C to D പിന്നെ ഒരു 2 മീറ്ററിലേക്ക് ഒരു വേരിയേഷനും ഇല്ല. അപ്പോൾ C to D 0 തന്നെയാണ്. ഡിയിലെത്തിയപ്പോൾ എന്താണ്, ഒരു 12 കിലോ ന്യൂട്ടൺ നേരെ താഴോട്ടുണ്ട്. അപ്പം ഒരു നെഗറ്റീവ് 12 കിലോ ന്യൂട്ടൺ നേരെ താഴോട്ട് ഞാൻ വരച്ചു. D to B 1 മീറ്ററിലേക്ക് ഒരു ചേഞ്ചും ഇല്ല. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചു. ബിയിലെത്തിയപ്പോൾ എന്താ, ഒരു 16 കിലോ ന്യൂട്ടൺ മുകളിലോട്ടുണ്ട്. അപ്പം ഈ -12 ഞാനൊരു +16 ചെയ്തപ്പോൾ എന്താണ്, എനിക്ക് 4 എന്ന് കിട്ടി. 4 വരെ ഞാനിത് വരച്ചു. B to E പിന്നെ ഒരു 1 മീറ്ററിലേക്ക് യാതൊരു വേരിയേഷനും ഇല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു. ഇയിൽ 4 കിലോ ന്യൂട്ടൺ നേരെ താഴോട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യണം, താഴോട്ട് ഒരു 4 കിലോ ന്യൂട്ടൺ വരച്ചു. അതിന് എന്ത് കിട്ടി, എൻ്റെ 0 ആയി. അപ്പം എൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് നമുക്ക് മൊമെന്റ്സ് നോക്കാം. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുമ്പം MAയിൽ എന്തായാലും 0 ആണ്. MCയിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു സെക്ഷൻ വരച്ചു, റൈറ്റിലോട്ട് നോക്കി. അപ്പോൾ എന്താണ്, 8 × 1 അതാണ് ഇവിടെ ചെയ്തത്. MC ആയി. ഇനി നെക്സ്റ്റ് ഞാൻ അതുപോലെ തന്നെ MD നോക്കണം. MD നോക്കാൻ MDയിലൊരു സെക്ഷൻ വരച്ചു, റൈറ്റിലോട്ട് നോക്കി. 8 × 3 - 8 × 2 and 8 × 3 - 8 × 2 MDയിലും കിട്ടി. അതുപോലെ ഞാൻ ഇനി MBയിൽ വരെ കണ്ടുപിടിക്കാൻ പോവാം. MBയിൽ കണ്ടുപിടിക്കുമ്പം ഇവിടുത്തെ സെക്ഷൻ അങ്ങ് മാച്ച് കളയാം, ഇല്ലെങ്കിൽ എല്ലാ വരെയും കൂടെ കൺഫ്യൂഷൻ ആവും. MBയിൽ ഞാനൊരു സെക്ഷൻ വരച്ചു. റൈറ്റോ ലെഫ്റ്റോ എനിക്ക് എങ്ങോട്ട് വേണോ നോക്കാം. എന്തായാലും ഇപ്പോൾ റൈറ്റ് നോക്കാം. 8 × ഈ ടോട്ടൽ ഡിസ്റ്റൻസ് തന്നെ 4, 8 × 4 - 8 × 3 - 12 × 1 അതാണ് ഇവിടെ ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്ക് MB -4 എന്ന് കിട്ടി. എൻ്റെ ME എന്ന് പറയുന്നത് ഇങ്ങറ്റം ആയതുകൊണ്ട് അത് 0 ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ചു. എല്ലാം പോയിന്റിലൂടെ ആയതുകൊണ്ട് എല്ലാം സ്ട്രെയിറ്റ് ലൈൻ ആണ്. പക്ഷെ ഇവിടെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എൻ്റെ ഇതുവരെയുള്ള ബെൻഡിങ് മൊമെന്റ് ഒന്നും താഴോട്ട് പോയിട്ടില്ല, എല്ലാം മേളിൽ തന്നെയാണ്. ബട്ട് ഡിയിൽ 8ഉം ബിയിൽ വന്നപ്പോൾ അത് -4 ആയി. അപ്പം എന്താണ്, ഇതിൻ്റെ ഇടയിൽ ഒരു പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ വന്നു. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ എന്ന് പറഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് 0 ആവുന്ന പോയിന്റ് ആണ്. അപ്പം ഇവിടെ എന്താണ്, ബെൻഡിങ് മൊമെന്റ് 0 ആയി. അപ്പം ഞാൻ എന്ത് കണ്ടുപിടിക്കണം, ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, ഏത് പോയിന്റിലാണ് ഇത് 0 ആയെന്ന്. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, അതെങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നാൽ നമ്മൾ ഇവിടെ 4 കിട്ടി, ഫുൾ വാല്യൂസ് എല്ലാം മാർക്ക് ചെയ്തു. ഇനി എക്സും കൂടെ കണ്ടുപിടിച്ച് അവിടെ മാർക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. അതെങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നാൽ ഈ ഒരു ട്രയാങ്കിള് താഴത്തെ ട്രയാങ്കിളും സിമിലർ ആണെന്ന് ഞാൻ ഇങ്ങോട്ട് എടുക്കും. ഇന്റർപോളേഷൻ മെത്തേഡ് വെച്ചിട്ടാട്ടോ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ 2 ട്രയാങ്കിളും സിമിലർ ആണെന്ന്. ഇത് ഫസ്റ്റ് ട്രയാങ്കിൾ, ഇത് സെക്കൻഡ് ട്രയാങ്കിൾ. അപ്പം എന്താണ്, 8 ഞാൻ ഈ ഒരു ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് എടുത്തു. ഇത് ഈ ഒരു ഇത്രയും ഡിസ്റ്റൻസ് ഞാൻ എക്സ് ആയിട്ട് എടുത്താൽ ഇതെന്ന് പറഞ്ഞാൽ 1 - x അല്ലേ. അപ്പം ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 8 by 1 - x is equal to 4 by x. -4 എന്നൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, 4 by x. അല്ലെങ്കിൽ 8 by 4 is equal to 1 - x by x. എങ്ങനെയാണോ
നമ്മൾ ഈ ഇന്റർപോളേഷൻ ഇവിടെ ചെയ്യുക, എന്നിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ എക്സിന്റെ വാല്യൂ കിട്ടും. ആ അത്രയും വാല്യൂവും കൂടെ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഷിയർ ഫോഴ്സ് ഡയഗ്രം എന്നാൽ കംപ്ലീറ്റ് ആവും. ഇത് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ചെയ്തില്ലെങ്കിൽ ഐ ഗസ് 1 അര മാർക്കോ കുറെ അത് ചെയ്തില്ലെങ്കിൽ. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസും കൂടെ കണ്ടുപിടിച്ച് വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി വേറൊരു കാര്യം ഇതിനകത്ത് ആലോചിക്കേണ്ട, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ബീം എടുക്കുമ്പം പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ ഇല്ലേ, മിക്കവാറും ഈ ഡീൻ്റെയും ബീൻ്റെ ഇടയിൽ തന്നെ വരും. ഈ ഓവർ ഹാങ്ങിങ്ങിൻ്റെ കേസാണ്. ബിക്കോസ് ബി 0 അല്ല, ഈ 0 ആണ്. അപ്പോൾ ബിയിൽ എന്തായാലും ഒരു മൊമെന്റ് ഉണ്ട്. അപ്പോൾ ഈ ഡീൻ്റെയും ബീൻ്റെ ഇടയിലായിരിക്കും ഈ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ വരുന്നത്. അത് നമുക്ക് ഡയറക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ ഒരു സെക്ഷൻ വരച്ചു. റൈറ്റിലോട്ട് നോക്കിയാൽ RA into x minus 8 into ഈ x minus ഈ ഡിസ്റ്റൻസ് എത്രയാണോ 12 into ഈ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 0 ഇട്ട് കൊടുത്താൽ എനിക്ക് ഡയറക്റ്റ് എൻ്റെ x കിട്ടും. അങ്ങനെയും കണ്ടുപിടിക്കാം നമുക്ക് ഡയറക്റ്റ് ആയിട്ട്. അപ്പം നെക്സ്റ്റ് ഞാനൊരു ഓവർ ഹാങ്ങിൻ്റെ UDL ഒക്കെ വരുന്നൊരു ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യം തന്നെ RA RB ഒക്കെ കണ്ടുപിടിച്ചു. RA RB ഒക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് എന്താണ്, ഷിയർ ഫോഴ്സ് ഡയഗ്രം വരയ്ക്കാം. അപ്പം ഞാൻ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ എത്തി. എൻ്റെ RA എന്ന് പറഞ്ഞാൽ 40. അപ്പം ഞാൻ എന്ത് ചെയ്തു, മുകളിലോട്ട് അപ്പം തന്നെ എന്ത് ചെയ്തു, ഒരു 40 kN വരച്ചു. ആൻഡ് A to C UDL ആണ്. അപ്പം താഴോട്ടാണ് വേരിയേഷൻ, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട്. എത്ര ഞാൻ കുറയ്ക്കേണ്ടത്, 12 into 2 24. അപ്പം ഞാൻ 40ന്ന് 24 കുറച്ചു. അപ്പം എനിക്ക് ഇവിടെ എത്ര വാല്യൂ കിട്ടി, 16 എന്ന് കിട്ടി. ഇനി ഈ 16ന്ന് ഞാൻ എന്തോ കുറയ്ക്കണം നോക്കാം. സിയിലെത്തിയപ്പോൾ ഞാൻ ഇവിടെ പിന്നെ ഒരു 20 kN താഴോട്ടാണ്. അപ്പോൾ 16ന്ന് ഞാൻ 20 കുറച്ചു. ഇപ്പോൾ എനിക്ക് എന്ത് കിട്ടും, ഒരു -4 എന്ന് കിട്ടി. C to D ഒരു വേരിയേഷനും ഇല്ല. സോ 2 മീറ്ററത്തേക്ക് എന്താണ്, C to D സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഡിയിൽ പിന്നെ എന്താണ്, ഒരു 30 kN താഴോട്ടാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഈ -4ന്ന് ഞാനൊരു 30 kN താഴോട്ട് വരച്ചു. -34 എന്ന് കിട്ടി. D to B 2 മീറ്ററിലേക്ക് പിന്നെ ഒരു ലോഡില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇനി ബിയിലെത്തിയപ്പോൾ എന്താണ്, മുകളിലോട്ട് RB ഒരു 54 ഉണ്ട്. അപ്പോൾ ഈ -34ന്ന് ഞാൻ 54 ആഡ് ചെയ്തപ്പോൾ എനിക്കൊരു 20 മുകളിലോട്ട് വന്നു. ആൻഡ് EBയിൽ എന്താണ്, ഒരു UDL ഉണ്ട്. 10 into 2 20 നേരെ താഴോട്ട്. അപ്പോൾ ഈ 20ന്ന് ഞാൻ 20 കുറച്ചു. അപ്പോൾ എനിക്ക് ഈ 0 കിട്ടി. ഇതാണ് എൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഇതുപോലെ ഞാൻ ഇനി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് ഞാൻ എൻ്റെ സെക്ഷൻ എയിൽ 0 MA 0 MC സെക്ഷൻ വരച്ചു. റൈറ്റിലോട്ട് നോക്കി. അപ്പോൾ 40 into 2 minus 12 into 2 into 1 ഇവിടെ MC കിട്ടി. അതുപോലെ ഞാൻ MDയിൽ സെക്ഷൻ വരച്ചിട്ട് നോക്കി. MDയിൽ സെക്ഷൻ വരച്ചിട്ട് നോക്കുമ്പോൾ എന്താണ്, അതുപോലെ തന്നെ RA into 4ഉം പിന്നെ എന്താണ് 20 into 2 അല്ലേ, RA into 4 20 -20 into 2 ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിട്ട്. സോറി, ഞാൻ ഈ UDL കൺസിഡർ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. RA ഈ 40 into 4 minus 12 into 12 കറക്റ്റ് നടുക്കാൻ ആക്ട് ചെയ്യുന്നത്. 12 into 2 into ഈ ഡിസ്റ്റൻസ് എത്രയാണ്, 2 + 1 3 പിന്നെ -20 into 2. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പം എനിക്ക് MD കിട്ടി. അതുപോലെ എൻ്റെ MB is equal to MBയിൽ ഞാനൊരു സെക്ഷൻ ഇങ്ങോട്ട് വരച്ചു. എന്താണ് RA 40 into ഈ ടോട്ടൽ ഡിസ്റ്റൻസ് 6 minus 12 into ഇതിൻ്റെ നടുക്കൊരു ഡിസ്റ്റൻസ്. അപ്പോൾ 12 into 2 into ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 5 minus 20 into 4 minus 30 into 2. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് MBU ആയി. നെക്സ്റ്റ് എൻ്റെ ME എന്ന് പറയുന്നത് അറ്റമാണ്. സോ 0. ഇനി ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വെച്ചിട്ട് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ ഉണ്ടെങ്കിൽ അതും കൂടെ അവിടെ ഞാൻ കണ്ടുപിടിക്കണം. അപ്പം എൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ചപ്പം DBൻ്റെ ഇടയിൽ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചു. അപ്പോൾ അത് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാം, ഡയറക്റ്റ് ഫിഗറിൽ നിന്നും കണ്ടുപിടിച്ചാൽ മതി. ഞാൻ എന്ത് ചെയ്തു, ഇവിടെ എൻ്റെ ബെൻഡിങ് ഈ 2 ട്രയാങ്കിളും സിമിലർ ആണെന്ന് എടുത്തു. അപ്പോൾ എന്താണ്, ഈ ഒരു ഡിസ്റ്റൻസ് y-യും മറ്റത് എന്താണ് 2 - y-യും അല്ലേ, കാരണം DB എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. അപ്പോൾ 48/2 - y is equal to 20/y. അതിൽ നിന്ന് എനിക്ക് y സോൾവ് ചെയ്തെടുക്കാം.
അല്ലാതെ ഇവർ ഈ സോൾവ് ചെയ്യുന്ന പോലെ ഇങ്ങനെയും സോൾവ് ചെയ്തെടുക്കാം, പ്രശ്നമൊന്നുമില്ല പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ. എങ്ങനെ ചെയ്താലും സീനൊന്നുമില്ല. ഐ തിങ്ക് സിമിലർ ട്രയാങ്കിളിൻ്റെയാണ് എളുപ്പം പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ. അതാകുമ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. മറ്റേത് നമ്മൾ ഇക്വേഷൻ ജനറേറ്റ് ചെയ്തൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ സെക്ഷൻ കൺസിഡർ ചെയ്ത് ഞാൻ എക്സ് ഡിസ്റ്റൻസ് വഴി ചെയ്താലും കുഴപ്പമില്ല. ബട്ട് ഐ ഗെസ് സിമിലർ ട്രയാങ്കിൾ ആയിരിക്കും കുറച്ചും കൂടെ എളുപ്പം നമുക്ക് ചെയ്യാൻ. ബാക്കി നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം.